ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10:45 സത്യപ്രതിജ്ഞാ ചടങ്ങ്. അടുത്ത വർഷം നവംബർ 17 വരെ രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസായി തുടരും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആദ്യ കേസ് പരിഗണിച്ചു. ജസ്റ്റിസുമാരായ SK കൗൾ, KM ജോസഫ് എന്നിവർക്കൊപ്പമിരുന്നാണ് ആദ്യ കേസ് കേട്ടത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലവും ചരിത്രം കുറിച്ചതുമായ വിധികളുടെ അവസാന ആഴ്ചയും പൂർത്തിയാക്കി ദീപക് മിശ്ര പടിയിറങ്ങിയതോടെയാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധികാരത്തിൽ വരുന്നത്. പ്രതിഷേധങ്ങളും സമരങ്ങൾക്കുമിടയിൽ പൊതുമുതലും സ്വകാര്യ സ്വത്തും നശിപ്പിക്കുന്നത് തടയാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് ദീപക് മിശ്രയുടെ അവസാന ദിനത്തിലെ നടപടിക്രമങ്ങൾ അവസാനിച്ചത്. ആധാറിന്റെ ഭരണഘടനാ സാധുത, ദയാവധം, വിവാഹേതര ലൈംഗിക ബന്ധം, സ്വവർഗ ലൈംഗികത തുടങ്ങിയ ഏറ്റവും ഒടുവിൽ ശബരിമല സ്ത്രീ പ്രവേശനം വരെ നീണ്ടുകിടക്കുന്ന വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവനകൾ. രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെ 4 മുതിർന്ന ജഡ്ജിമാർ ദീപക് മിശ്രയ്ക്കെതിരെ പരസ്യമായി പത്രസമ്മേളനം നടത്തിയതോടെയാണ് ജസ്റ്റിസ് മിശ്ര പിൻഗാമിയായി രഞ്ജൻ ഗൊഗോയെ നിർദ്ദേശിക്കില്ലെന്ന് അഭ്യൂഹമുയർന്നത്. എന്നാൽ അവിടെയും മിശ്ര വ്യത്യസ്തനായി. ദീപക് മിശ്ര തന്നെയാണ് തന്റെ പിൻഗാമിയായി രഞ്ജൻ ഗൊഗോയെ നിർദ്ദേശിച്ചത്. ഇത് രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ രാംനാഥ് കോവിന്ദിന് മുന്നിൽ ദൈവനാമത്തിലാണ് പുതിയ ചീഫ് ജസ്റ്റിസായി രഞ്ജൻ ഗൊഗോയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രഞ്ജൻ ഗൊഗോയ്. 2019 നവംബർ 17 വരെയുള്ള 13 മാസങ്ങളാണ് രഞ്ജൻ ഗൊഗോയുടെ കാലാവധി. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അയോധ്യ, ആസാം കേസുകളിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ തീരുമാനങ്ങൾ നിർണായകമാകും. അയോധ്യ കേസിൽ പുതിയ ബെഞ്ച് രൂപീകരിക്കേണ്ടത് ജസ്റ്റിസ് ഗൊഗോയുടെ ആദ്യ ചുമതലകളിലൊന്നാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.